ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ വൈകിട്ട് വീട്ടിൽ ഇരുന്നപ്പോൾ വെറുതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലക്ഷ്യം വെച്ചേക്കുന്നത് മേനകയിലോട്ട് പോകാനാണ്. പിന്നെ മേനകയിൽ എന്തിനാ പോകുന്നതെന്ന് വെച്ചാൽ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ കറങ്ങണമല്ലോ. കറങ്ങുമ്പം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മറൈൻ ഡ്രൈവിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇതിൽ എന്തൊക്കെ പ്ലാനിങ് നടക്കും എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ മേനകയിൽ മെയിനായിട്ട് പോകുന്നത് ഞങ്ങൾ പലഹാരം വാങ്ങിക്കാനാണ്. നല്ല അഫോർഡബിളായിട്ട് പലഹാരം കിട്ടും മേനകയിൽ. പിന്നെ എന്തുവാ, നൈറ്റ് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ പിന്നത്തെ ലക്ഷ്യം നമ്മുടെ ഫുഡാണല്ലോ. പുറത്തുനിന്ന് ഫുഡ് അടിക്കുക, ഒന്ന് കറങ്ങുക, ഇതൊക്കെയാണ് ലക്ഷ്യം. പിന്നെ അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും കൊണ്ടും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വൈകിട്ട് ഇറങ്ങുന്നത്. വൈകിട്ട് പൊതുവെ ഭയങ്കര ബ്ലോക്കൊക്കെയാണ്. ഇന്ന് വലിയ തിരക്കില്ല അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേനകയിലെത്തി. പകലൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ എറണാകുളം മാർക്കറ്റിൽ നിന്ന് നമുക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാമായിരുന്നു. ഇപ്പം അതൊക്കെ അടച്ചു. അപ്പം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മേനകയ്ക്കുള്ളിലോട്ട് പോകുമ്പോൾ പലഹാരം വാങ്ങിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ എത്തിയത്. പിന്നെന്താ, ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കാനായിട്ട്. ലുലുമാളി പോകുന്നതിനേക്കാട്ടിലും ടൈം നമുക്ക് പോയി കിട്ടും ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കുമ്പോഴത്തേന്. അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ്. പിന്നെന്താ, കളിപ്പാട്ടങ്ങളായാലും കൂടുതലും ഹോൾസെയിൽ കടകളാണ് ഈ ഭാഗത്തുള്ളതെല്ലാം. നമുക്ക് ഡ്രസ്സായാലും ഓർണമെൻറ്റ്സ്, പിന്നെ എന്താ പറയുക, പെൺകുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളായാലും കളിപ്പാട്ടങ്ങൾ, ഹോൾസെയിലിൻ്റെ ഒരു ശേഖരമാണ്. മേനകയിൽ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ പലഹാരം വാങ്ങിക്കലാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്നൊരു കടയാണ് ഇത്. നമുക്ക് നല്ല അഫോർഡബിൾ പ്രൈസിൽ ഇഷ്ടം പോലെ പലഹാരം വാങ്ങിക്കാം. ഞങ്ങളൊരു 7-8 കൂട്ടത്തിന് മേളിൽ പലഹാരം വാങ്ങിക്കാറുണ്ട്. നമുക്ക് 1000 രൂപയ്ക്കുള്ളിൽ തന്നെ നല്ല അഫോർഡബിളായിട്ട് പലഹാരം വാങ്ങിക്കാൻ പറ്റും. അപ്പം ഇതേതാ കട എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ താമസിക്കാതെ ഇടുന്നുണ്ട്. അപ്പം അതിലറിയാം കേട്ടോ ഇതേതാ കടയെന്ന്. പിന്നെ ഇത് നോക്ക്, ദാണ്ടേ വസുക്കിട്ട എന്നാ വേണോ 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 ഇത് വേണോ? ആര് വേഞ്ചു ഇവിടെ വസുക്കുട്ടനും വസുവിൻ്റെ ചേട്ടൻ കാശിക്കും കൂടെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാൻ വന്നതാണ്. ഒരുപാട് കളിപ്പാട്ടങ്ങളും ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ടില്ല രണ്ടുപേരും. വസു ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡായി കളിപ്പാട്ടം എല്ലാം കണ്ടിട്ട്. എന്തെടുക്കണമെന്നറിയത്തില്ല. ഞങ്ങളങ്ങനെ കാശിക്ക് ഒരു സ്റ്റെമ്പും ബാറ്റും കൂടെയൊക്കെയുള്ള ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കോംബോയും വാങ്ങിച്ചു. പിന്നെ വസുവിന് വേണ്ടിയിട്ട് കിലുക്കം വാങ്ങിച്ചു. പിന്നെ ഒരു പെണ്ണിൻ്റെ ബൊമ്മ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ അതും വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ എല്ലാം ഇങ്ങനെ നോക്കി നടപ്പാണ്. പോകുന്നിടത്തൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇതൊക്കെ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഡെക്കോർ ഐറ്റംസ് ഒക്കെയാണ്. കൂടുതലും ഇവിടെ എന്താ പറയുക, ഹോൾസെയിൽ സാധനങ്ങളാണ് കിട്ടുന്നത്. പിന്നെ അങ്ങനെ മേനകയിലെ കറക്കമെല്ലാം കഴിഞ്ഞു. അങ്ങനെ കുറച്ച് ടൈമായി. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നല്ല എടപ്പള്ളിയിൽ നല്ല ബ്ലോക്കാണ്. കുറച്ച് നേരം ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു. പിന്നെ ഫുഡ് വാങ്ങിക്കാൻ കയറി. പിന്നെ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.